എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ക്ലോത്ത് ബൈ റോസ്. അപ്പോൾ ഇന്നൊരു വെസ്റ്റേൺ ഗൗണിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ. കുറച്ച് നാളായി ഞാൻ അങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഗൗണും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്ര പാടൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ തന്നെ എ ലൈൻ കട്ടിംഗ് ആണ് വരുന്നത്. എന്നാൽ എ ലൈൻ്റെ അത്രയും നമുക്ക് ഫ്ലയറും കാര്യങ്ങളും ഒന്നും വരുന്നില്ല കേട്ടോ. ഒരു ബോഡിക്കോൺ ഷേപ്പാണ്, എന്നാൽ ഭയങ്കരമായിട്ട് ഒട്ടിക്കിടക്കുന്ന ടൈപ്പ് ഒന്നുമല്ല. അപ്പോൾ അതിന് വേണ്ടി ഞാൻ മെറ്റീരിയൽ എടുത്തേണ്ടത് ഒരു റിപ്നിറ്റ് ഫാബ്രിക് ആണ്. റിപ്നിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ലൈൻസ് ഒക്കെ വരുന്ന ബനിയന്റെ സ്റ്റഫ് ഉണ്ടല്ലോ, ഈ ബനിയൻ സ്റ്റഫിനെ ഒക്കെ പറയണതാണ് നിറ്റ് ഫാബ്രിക് എന്നുള്ളത്. അതിലൊരു യോക്ക് പോർഷൻ ആയിട്ട് ഞാൻ ഈ ഒരു ഗ്രീൻ കളറ് കണ്ടപ്പോൾ ഇഷ്ടമായി. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടിയിട്ട് മാച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്കപ്പോൾ ഇതിന്റെ വീഡിയോ കാണാം. ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണം. അപ്പോൾ ഫ്രണ്ടിലോട്ടുള്ള ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് സീം എലവൻസ് നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗത്തൊരു 1/2 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ട്. 6.5 ഇഞ്ച് നമ്മൾ സീം എലവൻസ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 5.5 ഇഞ്ച് മിഡാം ഹോൾ ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെസ്റ്റ് അളവ് ആസ് യൂഷ്വൽ 9 ഇഞ്ചാണ് കൊടുത്തേണ്ടത്. ചെസ്റ്റിൻ്റെ കൂടെ ഒരു 3 ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 13.5 ഇഞ്ചാണ് കേട്ടോ വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതിന് 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2 ഇഞ്ചാണ് ആ ഒരു വേസ്റ്റിൻ്റെ കൂടെ മാർക്ക് ചെയ്ത് കൊടുത്തേണത്. പിന്നെ ഒരു 16 ഇഞ്ചിൽ സ്റ്റൊമക്ക് അളവ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് 8.5 ഇഞ്ചാണ് അതിൻ്റെ റൗണ്ട് വരുന്നത്. ഒരു 18 ഇഞ്ചിലും കൂടി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ലെങ്ത്ത്. അതും 9 ഇഞ്ച് തന്നെയാണ് വരുന്നത്. കാരണം ഇച്ചിരി ഷേപ്പിലാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് വരെയുള്ളത് അടയാളം മാർക്ക് ചെയ്യണം. ഫ്ലയർ വന്നിട്ട് ഞാനൊരു 13 ഇഞ്ചാണ് കേട്ടോ കൊടുത്തേണത്. അപ്പോൾ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്യണോണ്ട് സ്ലിറ്റ് ഉണ്ടെന്ന് വിചാരിക്കരുത്. ജസ്റ്റ് ഒരു എ ലൈൻ ഷേപ്പാണ് വന്നേണത്. എന്നാൽ എ ലൈൻ്റെ അത്രയും ഞാൻ ഫ്ലയറും കൊടുത്തിട്ടില്ല. ഒരു ബോഡി ഷേപ്പ്, സ്ലിറ്റ് വരെ ഇച്ചിരി ബോഡി ഷേപ്പ് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ചെറിയൊരു ഫ്ലയറാണ് കൊടുത്തേണത് കേട്ടോ. ഈ അടയാളപ്പെടുത്തിയാണ് പോയിന്റുകളെല്ലാം കൂട്ടി യോജിപ്പിച്ചിട്ട് നമ്മൾ 2 ഇഞ്ച് സീം എലവൻസ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടിഭാഗം വരെ നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. 42 ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വരുന്നത്. ശേഷം നമ്മൾ ആം ഹോളാണ് മാർക്ക് ചെയ്യുന്നത്. 1.5 ഇഞ്ച് നമ്മളിങ്ങനെ മുകളിലോട്ട് വരച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൂടാതെ സ്ലീവ്ലെസ് മോഡലാണ് ഇത് വന്നേണ്ടത്. അപ്പോൾ 1 ഇഞ്ച് ഞാൻ ഇതിൻ്റെ ഷോൾഡറിൻ്റെ കൂടെ കൂട്ടി വിട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ്ലെസ് പക്ക സ്ലീവ്ലെസ് അല്ല, എന്നാൽ സ്ലീവിൻ്റെ ചെറിയൊരു പോർഷനും കാണും ചെയ്യും. അപ്പോൾ അതുപോലത്തെ ഒരു മോഡലാണ് വന്നേണ്ടത് കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഈ ഒരു ഭാഗം വെച്ചിട്ട് നമ്മൾ ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഒരു പോർഷൻ കുറച്ച് കൂട്ടി കൊടുക്കണോണ്ട് തന്നെ ഫ്രണ്ട് ആം ഹോൾ ഞാൻ കുഴിച്ച് വെട്ടിയിട്ടില്ല കേട്ടോ. ഇനി നമ്മുടെ യോക്ക് പോർഷനിലോട്ടുള്ള ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ ആദ്യമേ തന്നെ അതൊന്ന് അയൺ ചെയ്തെടുക്കുക. ശേഷം നമുക്ക് ആ ഒരു യോക്ക് പോർഷന് വേണ്ട ലെങ്ത്ത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 13 ഇഞ്ച് ആദ്യമേ തന്നെ ജസ്റ്റ് ഒരു ചോക്ക് കൊണ്ട് ഫുള്ളായിട്ടൊന്ന് അതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ബോഡിയുടെ ഷേപ്പ് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു യോക്കിനുള്ള സെയിം എലമെൻസും കൂടി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മുടെ ടിപ്പ് 1-ൻ്റെ, അതായത് നമ്മളുടെ നിപ്പിൾ പോയിൻറ്റിൻ്റെ ലെങ്ത്ത് ഉണ്ടല്ലോ, ഒരു 8.5 ഇഞ്ച് ഞാൻ ആ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ പലിയകട്ടിനൊക്കെ വരണ പോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലോ, അത് ഞാനിതിന് മാർക്ക് ചെയ്തിട്ട് സെയിം എലമെൻസ് വിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. ശേഷം ആ ഒരു കട്ട് ചെയ്തേണ അതിൻ്റെ അടിഭാഗം വെച്ചിട്ട് ഞാനൊരു 6 ഇഞ്ച് ഫോൾഡിൻ്റെ അവിടെ 6 ഇഞ്ചും സൈഡിൽ 5 ഇഞ്ചും വരുന്ന രീതിയിൽ ഞാനൊരു ട്രയാങ്കിൾ പോർഷൻ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ട്രയാങ്കിൾ പോർഷനിൽ ഞാൻ ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു കുറച്ച് പോർഷനും കൂടി വേണമല്ലോ, അതും ഒരു 5 ഇഞ്ചിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ സെൻറ്ററിൽ മുകളിൽ ആ ഒരു ഷേപ്പ് വരുന്നിടത്ത് 6 ഇഞ്ചും സൈഡിൽ നമ്മൾ ഒരു 5 ഇഞ്ച് ലെങ്ത്ത് വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ക്യാൻവാസ് നോർമൽ ഒരു ബോട്ട് നെക്ക് പോലെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യണത്. അപ്പം 4 ഇഞ്ച് വിട്ടിലും 4 ഇഞ്ച് ലെങ്ത്തിലും സാധാരണ നോർമൽ നമ്മൾ ക്യാൻവാസ് കട്ട് ചെയ്യണ പോലെ തന്നെ ബാക്കും ഫ്രണ്ടും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ നമ്മളുടെ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ അതിന് എക്സ്ട്രാ ആയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് സൈഡിൽ നമ്മൾ ഒരു 5 ഇഞ്ചിൻ്റെ ഒരു പീസ് കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, അത് രണ്ടും ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ അടിഭാഗം ഇതുപോലെ നമ്മൾ മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിൽ ആ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരുന്നിടത്ത് ഇതുപോലെ ചെറിയൊരു ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഞാൻ കൈകൊണ്ട് തന്നെയുള്ള ഫ്രിൽസാണ് ഇട്ട് കൊടുത്തേണത്. കാരണം ഫ്രിൽസ് വരും തോറാണ് അതിൻ്റെ ഒരു ഫ്ലയർ കൂടുതൽ കിട്ടുള്ളൂ. അതാണ് ഈ ഒരു ടോപ്പിൻ്റെ ഒരു ഭംഗിയായിട്ട് വരുന്നത്. അപ്പോൾ നൂല് വലിച്ചിട്ടല്ല ചെയ്തേണത്, കൈകൊണ്ട് തന്നെ നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. ഇത് ഫ്രിൽസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ആ ഒരു യോക്ക് പോർഷൻ ഉണ്ടല്ലോ, അതിൻ്റെ ആ ഷേപ്പോട് കൂടിയിട്ട് ഈ ഫ്രിൽസ് വെച്ചിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്.
ബാക്കിൽ ഞാൻ ഈ യോക്ക് പോർഷനൊന്നും കൊടുക്കണില്ല, ഫ്രണ്ടിൽ മാത്രമാണ് നമ്മുടെ ഈ യോക്ക് പോർഷൻ വരുന്നത്. അപ്പോൾ ഫ്രണ്ട് പീസ് എടുത്തിട്ട് നമ്മളുടെ സൈഡ് വരെ, അതായത് മുകളിൽ ഷോൾഡറും സൈഡ് വരെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അടിയിൽ നമ്മൾ ജോയിൻ ചെയ്യണില്ല, കാരണം നമ്മൾ ഓൾറെഡി ഫ്രിൽസ് ആണ് വരുന്നത്. ആ ഫ്രിൽസ് ഒരു പീപ്ലം ടോപ്പ് ഉണ്ടല്ലോ, നമ്മൾക്ക് ഈ യോക്ക് കഴിഞ്ഞിട്ട് അംബ്രല്ലയുടെ ഒരു ഷേപ്പ് വരുന്ന പീപ്ലം ടോപ്പിൻ്റെ ഒരു മോഡലാണ് കേട്ടോ ഞാൻ ഈ ഒരു മോഡൽ ചെയ്യണത്. അപ്പോൾ നമ്മൾ ആ 3 സൈഡാണ് നമുക്ക് ജോയിനിങ് വരുന്നത്, ഷോൾഡറും 2 സൈഡ് ഭാഗവും. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാണ് ക്യാൻവാസ്. ഇതുപോലെ നമ്മൾ നോർമലി ചെയ്യണ പോലെ തന്നെയാണ് ഇനിയുള്ള സ്റ്റെപ്പുകളൊന്നും അത്ര പാടില്ല കേട്ടോ. അപ്പോൾ ക്യാൻവാസ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ കണ്ടിട്ട് ഫ്രണ്ടിൽ ജോയിൻ ചെയ്ത് വെച്ചാണ് യോക്ക് പോർഷൻ്റെ ആ ഒരു സെൻറ്ററും കൂടി കണ്ടിട്ട് നമ്മളിത് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ഫ്രണ്ട് ഭാഗം ചെയ്ത പോലെ തന്നെ ബാക്ക് ഭാഗവും നമ്മൾ ഇതുപോലെ ക്യാൻവാസ് വെച്ച് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഷോൾഡർ ജോയിനിങ് ആണ് കേട്ടോ അടുത്തത്. ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്യാൻവാസ് 2 ഭാഗത്തെയും നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹെമ്മ് ചെയ്യുമ്പോൾ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ വരും കേട്ടോ. ക്രോസ് പീസിലാണ് കേട്ടോ നമ്മൾ ഇത് ആം ഹോള് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആവശ്യമുള്ള ഒരു വിട്ടിൽ നമ്മൾക്ക് ആവശ്യമുള്ള ക്രോസ് പീസുകൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ജോയിൻ ചെയ്യിപ്പിച്ച് കൊടുക്കുക. ശേഷം നമ്മളുടെ ആം ഹോളിൽ ഇത് നല്ല ഭാഗം വെച്ച് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തിരിച്ച് മറിച്ച് എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. ഇതിപ്പോൾ സ്ലീവ് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയൊരു സ്ലീവ് കൊടുത്തിട്ട് ക്യാപ്പ് സ്ലീവോ അല്ലെങ്കിൽ നോർമൽ സ്ലീവോ എങ്ങനെ വേണമെങ്കിലും കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഡ്രസ്സ് ഫിനിഷ് ചെയ്തെടുക്കാം കേട്ടോ. സ്ലീവ് ആവശ്യമില്ലാത്തവർക്കാണ് നമ്മൾ ഈ ഒരു മോഡൽ പറഞ്ഞത്. അപ്പോൾ നോർമൽ സ്ലീവ് കട്ട് ചെയ്യണവർക്ക് വേണമെങ്കിൽ നമ്മളത് കട്ട് ചെയ്യണതെല്ലാം ഇതിന് മുമ്പത്തെ വീഡിയോസിലെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ട് ഒഫീഷ്യൽ ലുക്കിൽ പോകണമെങ്കിൽ ഇങ്ങനത്തെ ഒരു മോഡലാണെങ്കിലും നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ. രണ്ടാം ഹോളും ഇതുപോലെ തന്നെ ഫിനിഷ് ചെയ്തതിന് ശേഷം സൈഡ് അടിച്ച് അടിഭാഗം മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഡ്രസ്സ് റെഡിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് പറഞ്ഞത് ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചെയ്ത് കഴിഞ്ഞ് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.